അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ, ഒരു മീൻ പൊരിക്കണതാണ്. അതെങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ അയക്കോറയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാകുന്നതിന് മുമ്പ് തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നന്നായി കുറച്ചിടണം കേട്ടോ. തീരെ ചെറിയ ചൂട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു രൂപത്തിൽ മതി. തീ കൂടുകയെന്നുണ്ടെങ്കിൽ ഒന്നിൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല തീരെ കരിയാതെ നന്നായി ശ്രദ്ധിക്കണം. മസാല കരിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റേ മാറും. അത് നല്ല ശ്രദ്ധിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നല്ലൊരു കൈപ്പിടി ചെറിയ ഉള്ളിയുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ഇതിലേക്കിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അത് കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം മസാല നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മുഴുവനായും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കി തന്നെ കഴിച്ച് നോക്കണം നിങ്ങൾ. അത്രയും ടേസ്റ്റാണ്, വെറുതെ പറയല്ല. ഈ ചട്ടി നിറയെ ഞാൻ മീൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം. മസാലയോട് കൂടെ തന്നെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. മുഴുവനായും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അതിൻ്റെ മസാലയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. വീഡിയോയിൽ കാണുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ മസാല മാത്രം മതി നമുക്ക് ചോറുന്നാണ്. മീനും കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.